ന്യൂസിലാൻഡ് പരമ്പര ടോട്ടലി സഞ്ജുവിൻ്റെ എല്ലാ പ്രതീക്ഷകളെ അല്ലെങ്കിൽ മലയാളികളുടെ പ്രതീക്ഷകളെ വാഷ് ഔട്ട് ചെയ്തു. പക്ഷേ അതിനുശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ മത്സരം കഴിയുമ്പം സഞ്ജുവിനെ ഭയങ്കരമായിട്ട് കുത്തി വലിക്കുന്നത് നമ്മൾ കാണാൻ പറ്റും. അതായത് ഒരു പ്ലെയറിൻ്റെ ഫോം ഡിപ്പാണ്. സാധാരണയായിട്ട് പല പ്ലെയേഴ്സിനും അത്തരത്തിൽ ഫോം ഡിപ്പ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അന്നൊന്നുമില്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ ആ താരങ്ങളൊന്നും നേരിടാത്ത അത്രയും വിമർശനങ്ങൾ എക്സ്പേർട്സിൻ്റെ ഭാഗത്തു നിന്നായാലും മുൻ താരങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഫാൻസിൻ്റെ ഭാഗത്തു നിന്നായാലും വരുന്നുണ്ട്. ഈ സഞ്ജു ഇത്രയും ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം എന്താ? ഈ ടാർഗറ്റ് തന്നെ ഒന്നാമത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവമാണ്. ഒരാളിങ്ങനെ പൊന്തിച്ച് അങ്ങനെ ഏറ്റവും ഹൈപ്പിൽ വെക്കാനും അതേപോലെ താഴെടാനും പൊതുവേ സോഷ്യൽ മീഡിയയുടെ ഒരു സ്റ്റൈലാണിത്. നമ്മൾ മലയാളികളാണെങ്കിൽ അതിൽ കുറച്ചുകൂടി വിദഗ്ധരാണ്. ഈ സഞ്ജു സാംസൺ ഇപ്പോൾ നേരിട്ട് വരുന്ന അതാണ്. ഇപ്പോൾ സഞ്ജു സാംസൺ നമുക്കറിയാം, ഇപ്പോൾ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പര എന്ന് പറയുന്നത് 5 മത്സരങ്ങളിൽ അവസരം കൊടുത്തു. നല്ലൊരു കാലയളവ് തന്നെയാണ് ഒരു പ്ലെയർക്ക് ഫോം കണ്ടെത്താനുള്ള. മാത്രമല്ല നിർണായക സമയമായിരുന്നു. ഇഷാൻ കിഷനേക്കാളൊക്കെ ഫസ്റ്റ് പ്രിഫറൻസ് സഞ്ജു തന്നെയായിരുന്നു. ഫോം ആകുകയാണെങ്കിൽ നിശ്ചയമായും സ്പോട്ട് ഉറപ്പുണ്ടായിരുന്ന താരമായിരുന്നു. പക്ഷേ അദ്ദേഹം 5 മത്സരങ്ങളിലും പരാജയപ്പെട്ടു. അദ്ദേഹം പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, സാധാരണ നമ്മൾ 2 രീതിയിൽ പറയാറുണ്ട്. ഒരു പ്ലെയർ ഫോം ഔട്ടാന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ റൺസ് എടുക്കാത്തതാണ് പ്രശ്നം. ഫോമിലാണെങ്കിലും അദ്ദേഹം ഔട്ട് ഓഫ് റൺസ് ആണെന്ന് പറയാറുണ്ട്. പക്ഷേ സഞ്ജുവിൻ്റെ കളി കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ഫോം ഔട്ട് തന്നെയാണ്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തുള്ള 5ാമത്തെ കളി നേരിട്ട് തന്നെ കണ്ടത്. നമുക്ക് ആ ഒരു ബാറ്റിംഗ് കണ്ടാൽ തന്നെ അറിയാം ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു അദ്ദേഹം. ആദ്യത്തെ ഷോട്ട് മുതൽ എനിക്ക് തോന്നുന്നു അന്ന് ആകെ 5-6 റൺ എടുത്തിൽ 6 റൺസ് തന്നെ എത്രയോ എഡ്ജ് ഷോട്ടുകളായിരുന്നു. ബൗണ്ടറിയിലേക്ക് പോയി ഒരു സിംഗിൾ എഡ്ജ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം ഫോമിൽ തന്നെ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എല്ലാവരും ഒരു സീരീസാണ് ഇപ്പോൾ സഞ്ജു അമ്പയെ പരാജയപ്പെട്ടുള്ളത്. ആ സീരീസ് വെച്ചിട്ട് എന്താ പറയുക, സഞ്ജു ഇന്ത്യൻ ടീമിൽ തന്നെ കളിക്കാണ്ട് സെർവിങ് അല്ല, അല്ലെങ്കിൽ സഞ്ജു PR വർക്ക് ചെയ്താണ് ടീമിലിടം പിടിക്കുന്നത്, മലയാളികൾ വെറുതെ ഇങ്ങനെ സഞ്ജുവിനെ വികാരം കൊണ്ട് മാത്രം പൊക്കി വെക്കുകയാണ്, അങ്ങനെ പലതരം വിമർശനം. അപ്പോൾ അങ്ങനെ വിമർശകർ മറന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സഞ്ജു ആദ്യം നമ്മൾ ഈ ലോകകപ്പ് ടീമിൽ എങ്ങനെ ഉൾപ്പെട്ടു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായുള്ള 5 മത്സരങ്ങൾ പരമ്പരയിൽ 4 മത്സരങ്ങളിലും സഞ്ജു കളിച്ചിട്ടില്ലായിരുന്നു. ശുഭ്മാൻ ഗില്ലായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ. ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റതുകൊണ്ട് മാത്രമാണ് 5ാം T20 ദക്ഷിണാഫ്രിക്കയുമായിട്ട് അവസരം സഞ്ജുവിന് കിട്ടുന്നത്. ആ മത്സരത്തിൽ സഞ്ജു തിളങ്ങില്ലായിരുന്നുവെങ്കിൽ ലോകകപ്പ് ടീമിൽ സഞ്ജുവിനെ എടുക്കാൻ ഒരു സാധ്യതയില്ലായിരുന്നു. കാരണം വേറെ ഓപ്ഷനുകളുണ്ട്. ഒരു സാധ്യതയില്ല എന്നല്ല, ഒരു ഓപ്ഷൻ എന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു നിർണായക മത്സരത്തിൽ സഞ്ജു വന്നിട്ടാണ് അന്ന് നല്ലൊരു പെർഫോമൻസ് നടത്തിയത്. എനിക്ക് തോന്നുന്നു ഒരു വലിയ ഇന്നിങ്സിലേക്ക് പോയില്ലെങ്കിലും സഞ്ജു എന്നതോടെ ടീമിൻ്റെ ഇൻറ്റൻറ്റ് മാറി. ടീമിൻ്റെ റൺസ് 230 എത്തി. അങ്ങനെയാണ് സഞ്ജു എന്താ പറയുക ഈ ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുന്നത്. അത് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആകെ കിട്ടിയൊരു അവസരത്തിൽ അന്ന് സഞ്ജു പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി ആ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലും അതിന് തൊട്ടുമുമ്പുള്ള ഓസ്ട്രേലിയൻ പിന്നെ പര്യടനത്തിലൊക്കെ സഞ്ജു എങ്ങനെ ഇടം പിടിച്ചു. ഏഷ്യ കപ്പിൽ എന്ന് പറയുന്നത് ഇതുപോലെയായിരുന്നു. സ്പോട്ട് ഉറപ്പില്ലാതെ ബെഞ്ചിലിരിക്കുന്ന സമയമായിരുന്നു. ഒരു മത്സരത്തിൽ കളിക്കാൻ ഇത്രയും ബാറ്റർമാർ ഇറങ്ങിയിട്ടും സഞ്ജുവിനെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സ്പോട്ട് ഉറപ്പില്ലായിരുന്നു. പല പൊസിഷനിൽ വന്നു. ഫിനിഷർ പോലെ വന്നു, 1 ഡൗൺ ആയി വന്നു. പക്ഷെ അന്നും ഏഷ്യ കപ്പിൽ സഞ്ജു കിട്ടിയ പല മത്സരങ്ങളിലും ഞാൻ പറയുന്നത് ഭയങ്കരമായ ഇന്നിങ്സ് ഒന്നും കളിച്ചിട്ടില്ലെങ്കിലും കിട്ടിയ അവസരങ്ങളിൽ അദ്ദേഹം തിളങ്ങിയിരുന്നു. ഒരു അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഫൈനലിൽ നേടിയ പിന്നെ 25 റൺസും ഭയങ്കര നിർണായകം തന്നെയായിരുന്നു ആ ടീം കൊളാപ്സ് ആവുന്ന സമയത്ത്. അതിന് മുമ്പ് ലങ്കക്കെതിരെയുള്ള ഒരു മത്സരത്തിലും പുറത്തിരുന്ന ശേഷമുള്ള മത്സരം വന്നിട്ട് ഓർമ്മയുണ്ട്, 39 റൺസ് അടിച്ചു. അങ്ങനെ സഞ്ജു ആ സമയത്തൊക്കെ കിട്ടിയ ഇതിൽ പെർഫോം ചെയ്തുകൊണ്ടാണ് സഞ്ജു ഇപ്പോൾ ടീമിലുള്ളത്. സഞ്ജു അതിന് മുമ്പ് അങ്ങനത്തെയാണ്. സഞ്ജു ഒരു സ്റ്റേബിളായിട്ട് ടീമിൽ വരുന്നതന്നെ എന്നാണ് 2024 ഗൗതം ഗംഭീർ വന്നതിന് ശേഷമാണ് സഞ്ജുവിന് ഒരു അവസരം കൊടുക്കുന്നത്. അതുവരേക്കും സഞ്ജു ഏകദിന ടീമിലാണ് ഉണ്ടായിരുന്നത്. ഗൗതം ഗംഭീറാണ് സഞ്ജുവിൽ വിശ്വസിച്ച് ഒരു അഗ്രസീവ് പിന്നെ ഓപ്പണിങ്ങിലേക്കൊക്കെ ഇറക്കുന്നതും. അന്നും ഏറ്റവും അവസാനം ഒരു ബംഗ്ലാദേശ് പര്യടനമായിരുന്നു അത്. ആദ്യത്തെ 4 മത്സരങ്ങളിലും സഞ്ജുവിന് അവസരം കൊടുത്തിട്ടും ഫോമായില്ല. പക്ഷെ 5ാമത്തെ മത്സരത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചു. അതോടെയാണ് ആ ടീമിൽ ആ ഒരു ഓപ്പണിങ്ങിലേക്ക് പരിഗണിക്കാവുന്ന ഒരു താരം വന്നു എന്നുള്ളത് വരുന്നത്. പിന്നീട് അതിന് ശേഷം ഇംഗ്ലണ്ടുമായിട്ടുള്ള പരമ്പര മാത്രമാണ് ഡിപ്പോയത്. അതിനിടയ്ക്ക് ദക്ഷിണാഫ്രിക്കയിൽ പോയിട്ട് 2 സെഞ്ചുറി അടിച്ചു. അങ്ങനെ ആകത്തുകയിൽ നോക്കുമ്പോൾ എന്തോ സഞ്ജു ആകെ പാളിയ താരമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പോയ വർഷം ഏറ്റവും കൂടുതൽ റൺസ് ഇന്ത്യക്ക് നേടിയ T20 പ്ലെയറായിരുന്നു സഞ്ജു എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒരു നിശ്ചയമായും ഭയങ്കര നിരാശപ്പെടുത്തുന്ന പെർഫോമൻസാണ്. പക്ഷെ അത് വെച്ചിട്ട് ഇതിൽ സഞ്ജുവിനെ മൊത്തമായിട്ട് ജഡ്ജ് ചെയ്യുന്നത് ഒരു അനീതി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ 5ാമത്തെ മത്സരത്തിൽ തിരുവനന്തപുരത്ത് നടന്ന മത്സരത്തിൽ സൂര്യകുമാർ പറഞ്ഞത് ഡെഫിനറ്റ്ലി സഞ്ജു പ്ലേയിങ് അല്ലെങ്കിൽ സഞ്ജു കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ വാം-അപ്പ് മാച്ചിൽ സൗത്ത് ആഫ്രിക്കനോട് കളിക്കുമ്പോൾ ആരാണ് ഓപ്പൺ ചെയ്യുന്നത് ചോദിച്ചപ്പം ഡെഫിനറ്റ്ലി ഇഷാൻ എന്നായിരുന്നു പറഞ്ഞത്. അത് ഒരു പക്ഷേ വേൾഡ് കപ്പിൻ്റെ ഓപ്പണിംഗ് കോമ്പിനേഷനിലുള്ളൊരു സൂചനയാണോ? തീർച്ചയായിട്ടും. നമ്മളിപ്പം കേരളത്തിൽ നിന്നല്ലെങ്കിൽ നമ്മൾ സഞ്ജുവിൻ്റെ ആംഗിൾ നോക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പല വിശദീകരണങ്ങളുള്ളത്. പക്ഷെ നമ്മൾ ഇഷാൻ കിഷൻ്റെ ആംഗിൾ എന്ന് ആലോചിച്ച് നോക്കിയോ, അദ്ദേഹം ഒരുപാട് വർഷമായിട്ട് ടീമിൽ ഇല്ലാത്ത ഒരാളാണ്. അതിനിടയിൽ അദ്ദേഹം വിജയസാരയിൽ ഗംഭീരമായി ഫോം ആകുന്നു. പിന്നെ ഒരു സഞ്ജുവിന് സെക്കൻഡ് ഓപ്ഷനായി ടീമിൽ വരുന്നു. സഞ്ജു ഫോം ഔട്ട് ആകുന്നു. ഇഷാൻ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നു. ഏറ്റവും അവസാനം അദ്ദേഹം ആ സ്പോട്ട് ഉറപ്പിക്കുന്നത് സഞ്ജുവിനെ തട്ടകമായ തിരുവനന്തപുരത്ത് വന്നിട്ട് സെഞ്ചുറി അടിച്ചിട്ടാണ്. അത് എല്ലാം കൊണ്ടും ഡിസേർവിംഗ് ആണ്. അതിനുശേഷം വീണ്ടും സന്നാ മത്സരത്തിലും മികച്ച ഫോമിലായി. അപ്പോൾ ഇഷാൻ കിഷനെ ഇനി പുറത്തിരുത്താന്നുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. അപ്പോൾ ഇഷാൻ കിഷൻ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടാകുക. അത് ഇഷാൻ കിഷൻ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ
സഞ്ജു എന്തായാലും ബെഞ്ചിലിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം സഞ്ജുവിൻ്റെ ഒരു എന്താ പറയുക ഫേവറബിൾ സ്പോട്ട്, അല്ലെങ്കിൽ ഇത്രയും കാലം എല്ലാവരും പറഞ്ഞിരുന്നത് സഞ്ജുവിന് അദ്ദേഹത്തിൻ്റെ സ്പോട്ട് തിരികെ നൽകും എന്നുള്ളതാണ്. അപ്പോൾ ആ സ്പോട്ടിൽ പരാജയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇഷാൻ കിഷൻ അവിടെ കളിക്കും. മറ്റു സ്പോട്ടുകളിലേക്കും നിങ്ങൾക്ക് തോന്നുന്നില്ല പരിഗണിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യതകൾ കുറവാണ്. ഇപ്പോൾ 2ാം സ്ഥാനം 3ാം സ്ഥാനമൊക്കെ ഫിക്സറാണ്. പിന്നെ ഫിനിഷർമാരും ഇഷ്ടംപോലെ ഫിനിഷർമാരാണ്. റിങ്കു സിംഗ് ഉണ്ട്, ഹർദിക് പാണ്ഡ്യ ഉണ്ട്, ശിവൻ ഡൂബെ ഉണ്ട്. അതിനിടയിലേക്ക് ഏതായാലും സഞ്ജുവിന് അവസരം കിട്ടുന്നില്ല. പക്ഷേ ഒരു റയറസ്റ്റ് അല്ലെങ്കിൽ ചാൻസ് എന്ന് പറയുന്ന ഒന്ന്, ഒരുപാട് മത്സരങ്ങളുണ്ട്. പിന്നെ 4 മത്സരങ്ങൾ ഗ്രൂപ്പിലുണ്ട്, പിന്നീട് 3, 7, 9 മത്സരങ്ങൾ ഈ T20 ലോകകപ്പിൽ മാത്രം കളിക്കാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പരീക്ഷണം എന്നുള്ള ആൾക്ക് പരിശോധിക്കാം. അല്ലെങ്കിൽ ഇഷാൻ കിഷന് ഫോം ഔട്ട് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടും. ഇപ്പോൾ നമ്മൾ ഇഷാൻ കിഷൻ ഇപ്പോൾ ഫോമിലാണെങ്കിലും ഇഷാൻ കിഷന് ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്ത് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചരിത്രമൊന്നുമില്ല. അപ്പോൾ IPL അദ്ദേഹം പോയ സീസണിൽ ആദ്യത്തെ മത്സരം സെഞ്ചുറി അടിച്ചിട്ടാണ് തുടങ്ങിയത്. ഭയങ്കര കമ്പാക്ക് ആയിട്ട് എല്ലാ ആഘോഷിച്ചിട്ട് ശേഷം ആ സീസൺ മൊത്തം അദ്ദേഹം പരാജയമായിരുന്നു. അതിന് തൊട്ട് മുമ്പും അങ്ങനെ തന്നെ അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടിയിട്ടും തിളങ്ങാൻ പറ്റാത്തുണ്ടായിരുന്നു. അതിനും അദ്ദേഹം BCCI ഒരു കോൺട്രാക്ട് പ്രശ്നം ഉണ്ടായ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തിനും സാധ്യതകളുണ്ട്. അങ്ങനെ സഞ്ജുവിൻ്റെ എല്ലാം അടഞ്ഞു എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇനിയിപ്പോൾ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാലും ക്രിക്കറ്റ് ഇതോടെ തീർന്നു പോകുന്നില്ലല്ലോ. ഇനിയിപ്പോൾ IPL ആണ് വരാൻ പോകുന്നത്. IPL സഞ്ജു എന്താ പറയുക CSKയിലേക്കാണ് പോകുന്നത്. CSKയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും ടീമിലേക്ക് മടങ്ങി വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഓപ്പണിങ്ങിൽ അഭിഷേക് ശർമ്മയാണ് ഇപ്പോൾ ഒരു സ്പോട്ട് ഉറപ്പുള്ളൊരു താരം. അദ്ദേഹം ഇടങ്കേനാണ്. അപ്പോൾ പിന്നെ പൊതുവേ ഒരു ടീമുകളിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഓപ്പണിങ്ങിലൊക്കെ പയറ്റുന്നത് ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷനാണ്. ഗംഭീർ പ്രത്യേകിച്ചും അല്ലെങ്കിലും പൊതുവേ ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഇന്ത്യയുടെ തന്നെ കൂട്ടിട്ട് നോക്കൂ, സച്ചിൻ ഗാംഗുലിയാണ് ഒരു കാലത്ത് ഭയങ്കര, സെവാഗ് ഗംഭീർ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലാത്തവരും ഉണ്ടായിട്ടുണ്ട്. എന്നാലും അതിനെപ്പോഴും ഒരു പ്രിഫറൻസാണ്. അങ്ങനെ നോക്കുമ്പോൾ പിന്നീട് ഉള്ള 2 പേരും ഇടങ്കയന്മാരാണ്. ഇഷാൻ കിഷൻ ഇടങ്കയനാണ്. പിന്നീട് ഒരു ഓപ്ഷൻ പുറത്തുള്ള ആൾ യശസ്വി ജയ്സ്വാളാണ്, അദ്ദേഹം ഇടങ്കയനാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു വലങ്കയ എന്നുള്ള രീതിയിൽ സഞ്ജുവിന് എപ്പോഴും പിന്നെ ഉണ്ട്. പിന്നെ എന്താ പറയുക, സഞ്ജുവിന് ഇന്ന് ചെയ്യാനുള്ളത് ഈ പ്രഷർ കടക്കുക എന്നുള്ളതാണ്. അദ്ദേഹം സത്യത്തിൽ ഒരു ജൂനിയർ താരമല്ല. അദ്ദേഹം 30 വയസ്സായി. IPL എത്രയോ ആ ക്യാപ്റ്റനാണ്, 10ലേറെ സീസൺ കളിച്ച താരമാണ്. അപ്പോൾ അദ്ദേഹം ഇനിയും ഈ പ്രഷർ താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പോൾ സഞ്ജുവിൻ്റെ ഫോം ഡിപ്പിന് പ്രഷർ ഒരു കാരണമാണെന്ന് പലരും പറയുന്നുണ്ട്. അല്ലെങ്കിൽ ആൾക്ക് മേലെ കിട്ടുന്ന ഭയങ്കര ഹ്യൂജ് പ്രഷറാണ്. അതിലപ്പുറത്തേക്ക് ഇപ്പോൾ ആകാശ് ചോപ്രയെ പോലുള്ളവരൊക്കെ പറയുന്നൊരു പ്രശ്നം സഞ്ജുവിൻ്റെ ഷോർട്ട് സെലക്ഷൻ ഭയങ്കര മോശമാണെന്നുള്ള. പ്രത്യേകിച്ച് ഷോർട്ട് ബോളുകൾ ജഡ്ജ് ചെയ്യാൻ സഞ്ജുവിന് പറ്റുന്നില്ല. സഞ്ജുവിൻ്റെ അവസാനത്തെ ഒരു 10-12 ഡിസ്മിസലിൽ പലതും സിമിലർ പാറ്റേണിലാണെന്നുള്ളൊരു വിമർശനമുണ്ട്. അത്തരത്തിൽ സഞ്ജുവിന് ഷോർട്ട് സെലക്ഷൻ നമുക്ക് IPLിലൊക്കെ രാജസ്ഥാനിൽ കളിക്കുമ്പോൾ സഞ്ജുവിൻ്റെ സെലക്ഷൻ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. നല്ല പല ബോളുകളും കൃത്യമായി ജഡ്ജ് ചെയ്യുന്നു. പക്ഷേ നാഷണൽ ടീമിൽ വരുമ്പോൾ പലപ്പോഴും സഞ്ജു ഷോർട്ട് സെലക്ഷൻ്റെ കാര്യത്തിൽ ഒരു ഫെയിലിയർ ആയിട്ട് അല്ലെങ്കിൽ പരാജയപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? നാഷണൽ ടീമിൽ വരുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സഞ്ജു ഏറ്റവും ഫോം ആയത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഒരു പരമ്പരയിലാണ്. അന്നാണ് 2 സെഞ്ചുറി അടിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ നെറ്റിലൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഗ്രാഫ് ഉണ്ട്. സഞ്ജുവിൻ്റെ സ്റ്റാൻസിൽ തന്നെ മാറ്റമുണ്ട്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഒരു എന്താ പറയുക സ്റ്റാൻസ് അല്ല അദ്ദേഹം ന്യൂസിലാൻഡിനെതിരെ എടുത്തിട്ടുള്ളത്. പലതരത്തിൽ മാറ്റമുണ്ട്. ഒന്ന് അദ്ദേഹം കുറച്ചുകൂടി ലെഗിലേക്ക് മാറി നിന്നാണ് കളിക്കുന്നത്. പിന്നെ ബാക്ക് ഫുട്ടിലേക്ക് ഇറങ്ങുന്നതാണ്. ഇത് രണ്ടും സഞ്ജുവിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് സഞ്ജുവിൻ്റെ റോളാണ്. സഞ്ജു ഓപ്പണിങ്ങിലാണ് കളിക്കുന്നത്. അപ്പോൾ സഞ്ജുവിന് ടീം കൊടുത്ത ലൈസൻസ് എന്ന് പറയുന്നത് ഇൻറ്റൻ്റാണ്. ആദ്യ പന്ത് മുതൽ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്നുള്ളതാണ്. അത് ഒരു തരത്തിൽ ഗുണമാണ്. ടീം അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ കൊടുക്കുന്നത്. മറ്റേ തരത്തിൽ സഞ്ജുവിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഫോമിലല്ലാത്ത, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ഫോമിലല്ലാത്തൊരു പ്ലെയർക്ക് തിരിച്ചറിയണമെങ്കിൽ ആദ്യം ആ ഒരു ഗ്രീസിനൊക്കെ ഒന്ന് മനസ്സിലാക്കി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം എന്താ ഹിറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു സച്ചിന് കുറച്ചുകൂടി ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അഭിഷേക് ശർമ്മ ഒരു അറ്റത്ത് നന്നായിട്ട് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ സ്ട്രൈക്കർ റൊട്ടേറ്റ് ചെയ്ത് മാത്രം കളിച്ചാൽ മതി. പിന്നീട് സ്പിന്നേഴ്സൊക്കെ വരുമ്പോൾ സഞ്ജു സ്പിന്നർമാരൊക്കെ നന്നായി കളിക്കുന്നവരാണ്. സഞ്ജുവിന് ആ രീതിയിലേക്ക് മാറാവുന്നേ ഉള്ളൂ. പക്ഷേ സഞ്ജുവിന് ഇപ്പോഴും കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആദ്യം വന്ന് തന്നെ അടിച്ചു തുടങ്ങുക. നമ്മൾ സഞ്ജുവിൻ്റെ പുറത്തായ രീതി നോക്കുമ്പോൾ സഞ്ജു ആദ്യത്തെ 10 പന്തിനുള്ളിലാണ് മഹാഭൂരിപക്ഷം തവണയും ഔട്ടാവുന്നത്. അതായത് സഞ്ജു ഗ്രീസിൽ കുറച്ചും കൂടി ഒരു ക്ഷമയോടെ കളിച്ചാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു എന്താ പറയുക ഇന്നിങ്സ് ഉണ്ടാകാൻ പറ്റും, കൂടുതൽ ഫോം കൊണ്ടെടുക്കാൻ പറ്റും. ഇപ്പോൾ കോഹ്ലിയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. കോഹ്ലി നിങ്ങൾ നോക്കുക, കുറച്ചാലും ഫോം ഔട്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ഒന്ന് ഇന്നിങ്സ് ബിൽഡ് ചെയ്തിട്ട് ശേഷമാണ് കോഹ്ലി. അതുകൊണ്ടാണ് അധികം അദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയ കരിയർ നോക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഫോം ഡിപ്പുകൾ സംഭവിക്കാത്തതാണ്. അദ്ദേഹം വളരെ ബിൽഡപ്പ് ഇന്നിങ്സാണ് കളിക്കുന്നത്. പക്ഷേ സഞ്ജുവിൻ്റെ റോൾ ടീമിൽ മാറ്റമുണ്ട്. എന്നാൽ പോലും സഞ്ജുവിന് കുറച്ചൊക്കെ ഒരു കളിയെങ്കിലും ഒരു സ്വന്തത്തിന് വേണ്ടി അല്ലെങ്കിൽ സെൽഫിഷായിട്ടൊക്കെ കളിക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സഞ്ജുവിൻ്റെ ഒരു 2015 മുതൽക്ക് ഇങ്ങോട്ടേക്കുള്ള ഒരു 10-11 വർഷത്തെ നാഷണൽ ടീമിൽ ഒരു കരിയർ എടുക്കുമ്പോൾ നമുക്കറിയാം പലപ്പോഴും നല്ല ഉയർച്ചയിലേക്ക് വരുന്നു, പിന്നെ വലിയൊരു താഴ്ചയിലേക്ക് പോകുന്നു. ഒരു ഇൻബാലൻസ്ഡ് ആയിട്ടൊരു ഗ്രാഫാണുള്ളത്. അപ്പോൾ സഞ്ജു ഇപ്പം ഉള്ളത് നമുക്കറിയാം ഒരു ഡൗൺ സ്റ്റേജിലാണ്. അപ്പോൾ ഇനി നാഷണൽ ടീം നേരത്തെ പറഞ്ഞത് പോലെ തന്നെയാണ് നാഷണൽ ടീമിലേക്ക് ഒരു കംബാക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്ന തരത്തിൽ. അതായത് ജയ്സ്വാൾ പുറത്ത് കാത്തിരിക്കുന്നു, പ്രിയാൻ ഷാരിയ, വൈഭവ് സൂര്യവംശി പോലത്തെ ഒരുപാട് ഓപ്പണേഴ്സ് അവിടെ പുറത്തിട്ടിട്ട് ഇവരൊക്കെ മറികടന്ന് സഞ്ജുവിന് വീണ്ടും അവസരം കൊടുക്കാൻ സാധ്യതകളേ ഇല്ല എന്ന് പറയുന്നുണ്ട്. അതൊരു കംപ്ലീറ്റ് നോ ആണ് സഞ്ജുവിന് ഇനിയുള്ളത്, അല്ലെങ്കിൽ ഒരു കംബാക്കിനുള്ള സാധ്യതകൾ ഇനി എത്രത്തോളം ഉണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധം തന്നെയാണ്. സഞ്ജു 2013 എൻ്റെ ഓർമ്മയിൽ IPL വരുന്നത്.
സഞ്ജു IPL വരുന്ന ആ സീസണ് പിന്നെ അന്ന് നമ്മളൊക്കെ കളി കാണുന്ന ടൈം തന്നെയുള്ള അന്ന് ഇപ്പോൾ ഈ പ്രിയാംശാരിയ ഒക്കെനേക്കാളും ഭയങ്കര ഹൈപ്പിലുള്ളൊരു പ്ലെയറായിരുന്നു സഞ്ജു എന്ന് പറയുന്നത്. സഞ്ജുവിൻ്റെ ഷോട്ടും എബിലിറ്റിയെ കുറിച്ചും ആർക്കും തർക്കമുണ്ടാവില്ല. നമ്മൾ ഈ മലയാളീസോ അല്ലെങ്കിൽ നമ്മളെ മലയാളം മീഡിയസോ മാത്രം പറയുന്നില്ല. ആ സമയത്ത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഷെയ്ൻ വോൺ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സഞ്ജു ഇന്ത്യയുടെ ഒരു ഫോർമാറ്റിലും ടീമിലില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുമെന്ന് ഷെയ്ൻ വോൺ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിദേശത്തുള്ള ഒരുപാട് കമൻറ്റേറ്റേഴ്സൊക്കെ പറയാറുണ്ട് സഞ്ജുവിൻ്റെ എബിലിറ്റി. അത് നമുക്ക് തന്നെ അറിയാം, ഭയങ്കര ഭംഗിയുള്ള ഷോട്ടുകളാണ്, പിന്നെ ഭയങ്കര പവർ ജനറേറ്റ് ചെയ്യുന്ന ഷോട്ടുകൾ. അങ്ങനെ സഞ്ജുവിന് ഭയങ്കര സാധ്യത ഉണ്ടായിരുന്നു. സഞ്ജുവിനെ എന്ന് വെച്ചാൽ വിക്കറ്റ് കീപ്പർ എന്നുള്ളൊരു പൊസിഷനിലാണ് സഞ്ജു ഏറെക്കാലം പിന്നെ പരിഗണിച്ചത്. അപ്പോൾ 2013-14 മുതൽ നമുക്കറിയാം ആ സ്ലോട്ട് ആരുടെയാണ്, മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്ന ഒരു അധികാരൻ്റെ സ്പോട്ടാണ്. പ്രത്യേകിച്ചും വൈറ്റ് ബോളിൽ സഞ്ജു റെഡ് ബോളിൽ അങ്ങനെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. 2019 ധോണി വിരമിക്കുന്നത്. അപ്പോൾ അവിടേക്കൊരു സാധ്യത സഞ്ജുവിനില്ല. പിന്നെ കിട്ടിയ അവസരങ്ങൾ തന്നെ സിംബാബ്വെക്കെതിരെയൊക്കെയുള്ള സെക്കൻഡ് ടീമായിട്ട് പോകുമ്പോഴുള്ളതിലാണ് കിട്ടുന്നത്. ഇപ്പം അതിന് ശേഷം ധോണിയുടെ വിരമിക്കലിന് ശേഷമാണ് വേറൊരു കോമ്പറ്റീഷൻ വരുന്നത്. ഋഷഭ് പന്തുമായിട്ടാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്, പിന്നെ ഇഷാൻ കിഷനുമായിട്ട് വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സഞ്ജു എന്തുകൊണ്ട് ഡിസേർവിംഗ് തന്നെയായിരുന്നു. കാരണം IPL ഗ്രാഫ് നോക്കുമ്പോൾ സഞ്ജുവിന് വിലക്കാളൊക്കെ ലോങ്ങിറ്റി ഉണ്ട്. 2013 മുതൽ സഞ്ജു എല്ലാ വർഷവും IPL കളിക്കുന്നുണ്ട്. പിന്നെ ചില സീസണിൽ നന്നായി കളിച്ചിട്ടുണ്ട്, ചില സീസണിൽ ഏതാനും മത്സരങ്ങൾ കളിച്ച് അങ്ങനെ. സഞ്ജു എന്തുകൊണ്ടും ഡിസേർവിംഗ് തന്നെയായിരുന്നു. പിന്നെ അതിനിടക്ക് സഞ്ജു പിന്നീട് 2020 ടീമൊക്കെ ഏറെക്കുറെ വിട്ട് തോന്നുന്ന സമയത്താണ് ഏകദിന ടീമിലേക്ക് സഞ്ജുവിന് ഇടം ലഭിക്കുന്നത്. സഞ്ജു അവിടെയാണ് അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുന്നത്. നമ്മളിപ്പോൾ സഞ്ജുവിനെ പല വിമർശിക്കുമ്പോൾ മറക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് സഞ്ജുവിൻ്റെ ഏകദിനത്തിലെ ആവറേജ് എന്ന് പറയുന്നത് എബോവ് 50 ആണ്. മാത്രമല്ല ഏറ്റവും അവസാനം കളിച്ച ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറിയുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് ടീമിൽ ഇടം ലഭിച്ചില്ല, കാരണം ദ്രാവിഡായിരുന്നു ആ സമയത്ത് കോച്ച്. ദ്രാവിഡ് മാറി ഗംഭീർ എന്നതോടെ സഞ്ജുവിനെ T20 ടീമിലേക്കാണ് കൂടുതൽ ഇതായത് ഋഷഭ് പന്തും KL രാഹുലും T20 ടീമിൽ പരിഗണിക്കപ്പെടാതെയായി. സഞ്ജുവിനാണ് പ്രിഫറൻസ് കൊടുത്തത്. അങ്ങനെ ഏകദിന ടീം ഒരു അവസാനമായി. അപ്പോൾ സഞ്ജുവിൻ്റെ കരിയർ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗംഭീറിൻ്റെ കാലത്ത് അത് ഒരു ബംഗ്ലാദേശ് പരമ്പരയിൽ 5 മത്സരങ്ങളും കളിച്ച 5ാമത്തെ മത്സരത്തിൽ സെഞ്ചുറി അടിക്കുന്നതോടുകൂടിയാണ് സഞ്ജു ടീമിൽ സ്ഥിരമുറപ്പിക്കുന്നത്. പിന്നീട് ദക്ഷിണാഫ്രിക്കയിൽ പോയി വീണ്ടും ഫോമായി. അതിനിടയ്ക്ക് ഇംഗ്ലണ്ടിനെതിരെയുള്ളൊരു നാട്ടിൽ നടന്ന പരമ്പര മാത്രമാണ് സഞ്ജു ഫോം ഔട്ടായത്. അപ്പോഴേക്കും പിന്നെ ശുഭ്മാൻ ഗില്ലിൻ്റെ വരവായി. പിന്നീട് നമ്മൾ കണ്ടതാണ്, പിന്നീട് സ്പോട്ടില്ലാതായി. പിന്നെ വീണ്ടും ഒരു ലൈഫ് ലൈൻ പോലെ കിട്ടിയതായിരുന്നു ന്യൂസിലാൻഡ് പരമ്പര. അത് അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ ഒരു എൻഡൊന്നും ആയിട്ടില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു IPL നന്നായി തിളങ്ങിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും സൂര്യകുമാറൊക്കെ സഞ്ജുവിനെ വളരെ, നമ്മൾ പലരും ഇങ്ങനെ സോഷ്യൽ മീഡിയ പറയുന്ന പോലെ നന്നായി പിന്തുണക്കുന്നവർ തന്നെയാണ്. പെർഫോം ചെയ്താൽ പിന്നെ തീർച്ചയായിട്ടും പിന്തുണക്കും. പിന്നെ സഞ്ജുവിന് ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാവരും ഫോം ആകുന്ന ഒരു പരമ്പരയായിരുന്നു ന്യൂസിലാൻഡ് പരമ്പര. ലോകകപ്പിൻ്റെ വക്കിൽ വെച്ച് സൂര്യകുമാർ അടക്കം ഫോമിലേക്ക് എത്തി. പൊതുവെ ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു, എന്നിട്ടും സഞ്ജു മാത്രം നിരാശപ്പെടുത്തിയാൽ അത് ഒന്നാമത്തെ തന്നെയാണ്. ഒരു മെൻ്റൽ പ്രശ്നമുണ്ട്, സമ്മർദ്ദമുണ്ട്. പിന്നെ സഞ്ജുവിൻ്റെ ഷോട്ടിലൊക്കെ പ്രശ്നമുണ്ട്. ബാറ്റിൻ്റെ ആംഗിൾ, നേരത്തെ പോലെ ബാക്ക് ഫുട്ട് മാത്രമല്ല, ബാറ്റിൻ്റെ എന്താ പറയുക, ബോൾ ഹിറ്റ് ചെയ്യുന്ന തന്നെ ഒരു ബാറ്റിൻ്റെ സ്ലോപ്പിനൊക്കെ പ്രശ്നമുണ്ട്. നമ്മൾ അതിൻ്റെ ഗ്രാഫിക്കോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.